നമസ്കാരം. ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യയെ മാറ്റുക എന്ന മോദി സർക്കാരിന്റെ സ്വപ്നം ശക്തമായി മുന്നേറുന്നതിൽ ഏറ്റവും അസൂയുള്ളത് ചൈനയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ അട്ടിമറിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ എന്ന കമ്പനിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന 300 ചൈനക്കാരായ എഞ്ചിനീയർമാരെ ഇന്ത്യയിലെ ഫാക്ടറിയിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആപ്പിളിന്റെ ഐഫോൺ 17 നിർമ്മിക്കാനുള്ള പദ്ധതികൾ സജീവമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈനക്കാരായ എഞ്ചിനീയർമാരെ പൊടുന്നനെ ഫോക്സ്കോൺ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചത്. ഇത് ഇന്ത്യയിലെ ഫോക്സ്കോൺ കമ്പനിയിലെ ആപ്പിൾ ഐഫോൺ ഉൽപാദനത്തിന് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് ചൈന പെട്ടെന്നിങ്ങനെ ഒരു നീക്കം നടത്തിയത്. എന്നാൽ ഇന്ത്യയെ ഇത് കാര്യമായ രീതിയിൽ ബാധിക്കില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് 300 എഞ്ചിനീയർമാരും ഇന്ത്യ വിട്ട് സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയത്. ഇപ്പോൾ ഇവരുടെ അഭാവത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ തായ്വാനിൽ നിന്നുള്ള ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഈയിടെ ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യകളോടെ വിദഗ്ധ തൊഴിലാളികളോ അയക്കരുതെന്ന ശക്തമായ രാഷ്ട്രീയ പ്രചാരണം ചൈനയിൽ ശക്തമാണെന്ന് ബിസിനസ് വാർത്താ ഏജൻസിയായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ഉൽപാദനം ചൈനയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ഇക്കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇന്ത്യയെ തടയാൻ സവിശേഷ ഉപകരണങ്ങളോ സാങ്കേതിക വിദഗ്ധരെയോ അയക്കാതിരിക്കുക എന്നതാണ് ചൈനയുടെ കർശനമായ നയം. ഇന്ത്യയും വിയറ്റ്നാമും വമ്പൻ ടെക്നോളജി കമ്പനികളെ കൂട്ടുപിടിച്ച് ആഗോള വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിച്ച് ചൈനയ്ക്ക് ബദലായി മാറാൻ ശ്രമം നടത്തിവരുന്നുണ്ട്. ഇത് തകർക്കാനും ചൈന പ്രത്യേകം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് 300 എഞ്ചിനീയർമാരും ഇന്ത്യ വിട്ട് സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോയത്. ഇപ്പോൾ ഇവരുടെ അഭാവത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ തായ്വാനിലുള്ള ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ എന്തൊക്കെ ചെയ്താലും അവസാനം ഇന്ത്യയോട് തോറ്റുതൊപ്പിയിട്ട് അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥയായിരിക്കും ചൈനയ്ക്ക് എന്നുള്ളത് ഉറപ്പാണ്. മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ചൈന ഇപ്പോൾ നടത്തുന്ന ഈ നാറിയ കളികളൊക്കെ ബദൽ മാർഗങ്ങൾ ഇന്ത്യയിലെ ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ ആലോചിച്ചു വരികയാണ്. ഇന്ത്യയിൽ തന്നെ വിദഗ്ധരായ തൊഴിലാളികളെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നു വരുന്നുണ്ട്. അധികം വൈകാതെ ഇന്ത്യ ഈ ഒരു പോരായ്മയും നികത്തും. അതോടെ ആപ്പിൾ ഐഫോൺ നിർമ്മാണ രംഗത്തെ ചൈനയുടെ മേൽക്കൈ അവസാനിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.